രവീന്ദ്ര ജഡേജ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വിരമിക്കൽ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ പടിയിറങ്ങുന്നത് ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിനു ശേഷമെന്ന ജഡേജ. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, 2020 ക്രിക്കറ്റിൽ നിന്നും രവീന്ദ്ര ജഡേജയും വിരമിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, തീർച്ചയായും അതായത് ടീം ഇന്ത്യയെ സംബന്ധിച്ച വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ഒരേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇന്ത്യയുടെ 2020 ലോകകപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ ആരാധകരെയൊക്കെ നിരാശരായിക്കൊണ്ട് ആദ്യം വിരാട് കോഹ്ലിയും തൊട്ടു പിന്നാലെ രോഹിത് ശർമ്മയും 2020 നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ രവീന്ദ്ര ജഡേജ എന്ന ഇന്ത്യയുടെ ഒരു സൂപ്പർ ഓൾറൗണ്ടറും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ആരാധകർക്കൊക്കെ വളരെ നിരാശ നൽകുന്ന ഒരു വാർത്ത. ടീം ഇന്ത്യക്ക് വളരെ വലിയ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ബാറ്റിംഗിലും ബൗളിംഗിലും തിളങ്ങുന്ന ഒരു താരമാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും തിളങ്ങിയില്ലെങ്കിൽ അത് ഫീൽഡിങ്ങിലൂടെ തിളങ്ങുന്ന ഒരു താരമാണ്. ഫീൽഡിൽ മികച്ച ഒരു ഫീൽഡർ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് സമീപകാല ഇന്ത്യൻ ടീം എടുത്താൽ അതിൽ ഒരു മികച്ച ഫീൽഡറെയാണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത്. അദ്ദേഹം തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അതായത് രാജ്യാന്തര 2020 നിന്നും ഞാൻ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ്. അഭിമാനത്തോടെയാണ് ഈ പടിയിറക്കം. എപ്പോഴും രാജ്യത്തിന് വേണ്ടി ഏറ്റവും മികച്ചത് നൽകിയിട്ടുണ്ട്. മറ്റു ഫോർമാറ്റുകളിൽ തുടരും എന്നും അദ്ദേഹം പറയുന്നു. ഒരു ലോകകപ്പ് കിരീടം, ഒരു 2020 ലോകകപ്പ് കിരീടം നേടുക എന്നത് തന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് പടിയിറങ്ങുന്നത് എന്നും രവീന്ദ്ര ജഡേജ പറയുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ നോക്കിയാൽ അദ്ദേഹം 2020 ആദ്യമായി കളിക്കുന്നത് അദ്ദേഹം 2020 അരങ്ങേറുന്നത് 2009 ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടന്ന മത്സരത്തിലാണ്. അദ്ദേഹം 2020 അരങ്ങേറ്റം കുറിക്കുന്നത്. അത് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ 74 2020 മത്സരങ്ങളിൽ നിന്ന് 515 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 46 റൺസാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അർദ്ധ സെഞ്ചുറിയും 2020 നേടാനായിട്ടില്ല. ഇനി ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ 2020 നോക്കുക, 74 മത്സരങ്ങളിൽ നിന്നും 1356 പന്തുകൾ അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. 54 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 15 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ എന്നതാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ബൗളിംഗ് ഫിഗർ എന്ന് പറയുന്നത്. അങ്ങനെ ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങുന്നു. അതോടൊപ്പം തന്നെ ഫീൽഡിംഗിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യക്ക് നഷ്ടമാകുന്ന ഒരു മികച്ച ഫീൽഡറെ കൂടിയാണ്. അതായത് അദ്ദേഹം ബാറ്റിംഗിലും ബൗളിംഗിലും തിളങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ മത്സരത്തിൽ അതിനുകൂടി ചേർത്ത് അദ്ദേഹം റൺസ് സേവ് ചെയ്യുന്ന ഒരു കാഴ്ച, ബൗണ്ടറി ലൈനിലടക്കം മികച്ച സേവുകൾ നടത്തുന്നു, മികച്ച ക്യാച്ചുകൾ സ്വന്തമാക്കുന്നു. അങ്ങനെ ഒരു താരത്തെയാണ് ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. അതായത് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷം അങ്ങനെ ഒരു താരത്തെയാണ് അദ്ദേഹം ടീം ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. അദ്ദേഹം IPL മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും കൊച്ചി ടസ്കേഴ്സിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ലയൺസിന് വേണ്ടി കളിച്ച രവീന്ദ്ര ജഡേജ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. ഇന്റർനാഷണൽ 2020 വലിയൊരു പ്രകടനത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹം സാധിച്ചില്ലെങ്കിലും മറ്റു ഫോർമാറ്റുകളിൽ അദ്ദേഹം ഇന്ത്യയുടെ ഒരു മികച്ച ഓൾറൗണ്ടർ തന്നെയാണ്. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ 1 ഓൾറൗണ്ടർ കൂടിയാണ് രവീന്ദ്ര ജഡേജ. അങ്ങനെ ഒരു രവീന്ദ്ര ജഡേജയാണ് ഇപ്പോൾ 35 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായമുള്ളത്. അദ്ദേഹത്തിന് 36 വയസ്സിലേക്ക് കടക്കണം. 36 വയസ്സിൽ ടീം ഇന്ത്യയിൽ നിന്നും പടിയിറങ്ങുന്നത്. ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ലോക കിരീടം നേടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ആരാധകർക്കൊക്കെ വളരെ നിരാശ നൽകുന്ന വാർത്ത. തുടർച്ചയായി മൂന്നാമത്തെ ഇന്ത്യയുടെ പ്രധാന താരത്തിന്റെ പടിയിറക്കത്തിന്റെ വാർത്തയാണ് വരുന്നത്. നായകൻ രോഹിത് ശർമ്മ പടിയിറങ്ങി, വിരാട് കോഹ്ലി, സൂപ്പർ താരം വിരാട് കോഹ്ലി പടിയിറങ്ങി. അതിന് പിന്നാലെ രവീന്ദ്ര ജഡേജയും അന്താരാഷ്ട്ര 2020 നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടീം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ നഷ്ടം തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. ആതിര, തന്നെയാണ് ടീം ഇന്ത്യയെ നഷ്ടമായി. രവീന്ദ്ര ജഡേജ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. വിരമിക്കൽ ലോകകപ്പ് വിജയത്തിന് പിന്നാലെയാണ് പടിയിറങ്ങുന്നത്. ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷമെന്ന് ജഡേജ പ്രതികരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ.